ഇന്നൊരു കിഡു കോളേജ് പരിചയപ്പെടുത്താം. ഏതാന്നല്ലേ അതൊക്കെ വഴിയെ പറയാം. ദസ്രഹള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും 4 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ കോളേജ് വരുന്നത്. അതുപോലെ ഈ കോളേജ് നമ്മുടെ കേരളത്തിൻ്റെ പുറത്തായ എല്ലാ സ്റ്റേറ്റിലും നല്ല രീതിയിൽ ഫേമസ് ആണ്. ഏതാ കോളേജ് എന്നല്ലേ? നമ്മുടെ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ, വൺ ഓഫ് ദ ലാർജസ്റ്റ് കോമ്പോസിറ്റ് അക്കാഡമി ഇൻ ബാംഗ്ലൂർ. ഈ ക്യാമ്പസിൽ മോർ ദാൻ 10,000 സ്റ്റുഡൻസ് ഉണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള റഷോ തിരക്കോ ബഹളോ ഒന്നുമില്ല. ഭയങ്കര ശാന്തമായൊരു പ്ലേസ് ആണിത്. നമുക്ക് നമ്മുടെ കോളേജ് ഒന്ന് ചുറ്റിയാണ്ടാലോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിലാണ്. ദിസ് കോളേജ് ഈസ് അഫിലിയേറ്റഡ് ടു VTU. ഇവിടെയുള്ള കോഴ്സസ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, എയറോനോട്ടിക്കൽ, ബയോടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ്, AI റോബോട്ടിക്സ്, ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി തുടങ്ങിയ ഒരുപാട് കോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൻ്റെ കൂടെ ആഡ് ഓൺസ് ആയിട്ട് സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് ആൻഡ് ഫുൾ സ്റ്റാക്ക് ആഡ് ഓൺ പ്രോഗ്രാംസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്ന ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. സത്യം പറയാലോ, ഇതുകൂടെ നടക്കുമ്പം എനിക്ക് ഇതുപോലത്തെ ഒരു കോളേജിൽ പഠിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. സത്യത്തിൽ ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ എനിക്ക് ഒന്നുകൂടി വന്ന് പഠിച്ചാലോ എന്നൊക്കെ ആഗ്രഹമുണ്ട്. പഠിക്കൊന്നുമില്ല, എന്നാലും ഇവിടുത്തെ എൻവയോൺമെൻറ്റ് ഉണ്ടല്ലോ അത്. ഈ കാണുന്നതാണ് ഗ്രാജുവേറ്റ് സ്റ്റഡിയുടെ ബ്ലോക്ക്. മാർക്കറ്റിലെ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യണത്. അതായത് BBA ഡിജിറ്റൽ മാർക്കറ്റിംഗ്, BBA ബിസിനസ് അനലിസ്റ്റ്, BBA ഏവിയേഷൻ, BCA ഡാറ്റാ സയൻസ്, BCA ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ കോഴ്സസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് ആൻഡ് IBM പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ സർട്ടിഫിക്കേഷൻ BCA കോഴ്സിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പുട്ടിന് കൂടെ തേങ്ങ എന്ന് പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പും പിന്നെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റിൽ മോർ ദാൻ 23,000 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതും ഫ്രഷേഴ്സിനാണ്. അതുപോലെ തന്നെ ഇവിടെ NCC അതുപോലെ നാക്കിൽ തന്നെ A+ ഗ്രേഡാണ് ഈ ക്യാമ്പസിന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എപ്പോഴും നിറയെ സ്റ്റുഡൻസ് ആകട്ടെ, എവിടെ നോക്കി കഴിഞ്ഞാലും ഭയങ്കര ആക്റ്റീവായ സ്റ്റുഡൻസ്. അതുകൂടാതെ എനിക്ക് തോന്നിയതെന്ന് പറയും, ഞാൻ നാട്ടിൽ വന്ന് നിൽക്കണം പറയും, ഫുൾ മല്ലൂസ്, എവിടെ തിരിഞ്ഞാലും മല്ലൂസ്. നമുക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നുമില്ല. എവിടെ തിരിഞ്ഞാലും മലയാളികളാണ്. മലയാളികളില്ലാത്ത സ്ഥലമില്ലല്ലോ. ഇനി എൻ്റെ മോസ്റ്റ് ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മുന്നിലാണ് നിൽക്കുന്നത്, BVA. അതായത് കുറച്ച് ക്രിയേറ്റീവ് മൈൻഡ് ഉള്ളവർ, വരയ്ക്കാൻ കഴിവുള്ളവർ, അങ്ങനെ കുറച്ച് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് പറ്റിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ പഠിപ്പിക്കുന്ന കോഴ്സാണ് ഗ്രാഫിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ആനിമേഷൻ ആൻഡ് ഗെയിം ആർട്ട്, പ്രൊഡക്റ്റ് ഡിസൈൻ, ഇൻറ്റീരിയർ ആൻഡ് സ്പേഷ്യൽ ഡിസൈൻ, ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ. അതുപോലെ ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് ക്രിയേറ്റീവായ ആൾക്കാർക്കാണ് ഈ കോഴ്സ് പറ്റുന്നതെന്ന്. ഈ കോഴ്സ് പഠിക്കുമ്പോൾ കഷ്ടപ്പെട്ടിട്ടല്ല, ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കാൻ പറ്റും. ഇനി നമ്മൾ പോകുന്ന അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇനി അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് എനിക്ക് അറിയില്ല, നമുക്കൊന്ന് പോയി തന്നെ നോക്കണം. ആക്ച്വലി ഈ ഒരു അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള മാർച്ച് നല്ല രസമുണ്ട് കേട്ടോ. കാരണം നല്ല അത്യാവശ്യം തണലുണ്ട്, ചുറ്റും നിറയെ മരങ്ങളാണ്, നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ചുറ്റുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഹാപ്പി ചിരിച്ച് കളിച്ച് വർത്താനം പറയുന്നു. അപ്പോൾ ഭയങ്കര രസമാണ് ഇതിവിടെ നടക്കാനൊക്കെ. ഇതാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് BArch ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. കാരണം ഇതിൽ കുറേ മോഡൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, ഉറപ്പിക്കാം, എന്നിട്ട് പറയാം. ഇതെല്ലാം ഇവിടുത്തെ സ്റ്റുഡൻസ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. BArch കോഴ്സ് എന്നത് 5 ഇയർ കോഴ്സാണ്. ഈ കോഴ്സ് ചെയ്യണമെങ്കിൽ NATA എക്സാം മസ്റ്റാണ്. അതില്ലാതെ ഈ കോഴ്സ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കിയാൽ അറിയാം അവർ എത്ര നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. വെരി ഇംപ്രസീവ്. നമുക്കിനി അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം. വാവ്, നൈസ്. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് പുറത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് അധികം കൺഫ്യൂഷൻ ഒന്നുമില്ല.
BArch ഡിപ്പാർട്ട്മെൻറ്റിൽ മുന്നിൽ കാണുന്നതാണ് MBA ആൻഡ് MCA ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ BTU ആൻഡ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷനാണ് കൊടുക്കുന്നത് PGക്ക്. അതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റിന് അറിഞ്ഞുകൊണ്ട് സ്പെഷ്യലൈസേഷൻ കുറേ കൊടുത്തിട്ടുണ്ട്. അതായത് അറ്റ് എ ടൈം നമുക്ക് 2 സ്പെഷ്യലൈസേഷൻ എടുക്കാൻ പറ്റും. പിന്നെ MBA എന്ന് പറഞ്ഞത് നമ്മുടെ കോളേജ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ലൈഫിൻ്റെ ലാസ്റ്റ് ഘട്ടങ്ങളാണ്. കാരണം അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുറേ പഠിക്കാൻ പോലില്ല. നെക്സ്റ്റ് അവരുടെ ഗോൾ എന്ന് പറയുന്നത് ഒരു ജോബ് കിട്ടണമെന്നാണ്. സോ അങ്ങനെ ഉള്ള കുട്ടികൾക്ക് ഇവിടെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കോളേജ്, ആചാര്യ കോളേജ്. MBA എന്ന് പറയുന്നത് ഒരു PG കോഴ്സാണല്ലോ. അതായത് സ്റ്റുഡൻറ്റ് ഓർ കോളേജ് ലൈഫിൻ്റെ ലാസ്റ്റ് സ്റ്റേജസ് ആണ്. അതായത് അത് കഴിഞ്ഞിട്ടും കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പേരും ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജോബിലേക്കാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുന്നവർക്ക് ആചാര്യ കോളേജിൽ നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് ബ്രേക്കാൻ തോന്നുന്നു. നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള പിള്ളേർ മാത്രമല്ല, പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റുഡൻസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എലൈഡ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എന്താണ് എലൈഡ് കോഴ്സ് എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അതിലുള്ള ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും അവിടെ യൂസ് ചെയ്യുന്ന മെഷീനറീസിൻ്റെ യൂസേജ്, അതായത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നൊക്കെ പഠിപ്പിക്കുന്നതാണ് ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. +2 സയൻസ് എടുക്കാത്ത കുട്ടികൾക്ക് ഈ ഹോസ്പിറ്റൽ റിലേറ്റഡ് കോഴ്സൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കുള്ള കോഴ്സാണ് BHA കോഴ്സ്. ആ കോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ PG വേണമെങ്കിൽ MHA കോഴ്സും ഇവിടെ അവൈലബിൾ ആണ്. +2 സയൻസ് എടുത്തവർക്ക് മാത്രമാണ് ഈ കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള കോഴ്സ് പോലെ ഒരുപാട് സീറ്റ് ഉണ്ട് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഭയങ്കര ലിമിറ്റഡ് സീറ്റ്സ് ആണ്. കാരണം അത്ര കോമ്പറ്റീഷൻസ് ഉണ്ട്. സോ അഡ്മിഷൻ വേണമെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, വേഗം സീറ്റ് ബുക്ക് ചെയ്തോ. നമ്മുടെ ഫ്യൂച്ചർ ടെക് ഗ്ലോബൽ എഡ്യൂക്കേഷനെ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിനി അടുത്ത ബ്ലോക്കിലോട്ട് പോവാം. അതാണ് നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊന്നും കൂടാതെ ഇവിടെയുള്ള കോഴ്സ് വേറെ എന്തൊക്കെയാണെന്നറിയോ? അതായത് BOT, BBT, MPT കോഴ്സസും ഇവിടെ അവൈലബിൾ ആണ്. സത്യം പറയാലോ, ഈ കോളേജ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണെങ്കിൽ നടന്ന് വയ്യാതെ. ഇനിയും ഒരുപാട് കോഴ്സസ് ഉണ്ട്. അതായത് നഴ്സിംഗ് ഉണ്ട്, പിന്നെ പോളിടെക്നിക് ഉണ്ട്, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ലൈബ്രറി അടിപൊളിയാണ്. അതായത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ലൈബ്രറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്ര സ്പേഷ്യസ് ആണ്, ഭയങ്കര ബുക്ക്. അതായത് KGFൻ്റെ ഷൂട്ട് നടന്നത് ഇതിൻ്റെ ഉള്ളിലാണെന്നും ഞാൻ കേൾക്കുന്നുണ്ട്.